ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തൊട്ടേ ഇന്നിതവിടെ നല്ല പരിപാടിയിലാണ്. എന്താണെന്നറിയോ, നമ്മുടെ വീട്ടിൽ കിണറിന് സ്ഥാനം നോക്കുവാണേ. പഴയ പോലെയൊന്നല്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങയായിട്ടും കുടമായിട്ടൊക്കെ പിടിച്ച് നടക്കും. അങ്ങനെയൊക്കെ ആവും വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കൽ. പല വിധത്തിലുള്ള സെൻസറുകൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ നോക്കുന്നത് എവിടെ കാണും വെള്ളം, എത്ര അടിയിലാണ്, എത്ര അടി താഴ്ചയിലാണ് കാണുക എന്നൊക്കെ ഉള്ളത്. ഇതിപ്പം നമ്മൾ കുഴൽ കിണറല്ല, സാധാ നമ്മുടെ കിണറുണ്ടല്ലോ, അതാണ് നമ്മൾ സെറ്റാക്കണത്. സോ ഒരു 17-19 ആ ഒരു അടിയിലൊക്കെ ആയിട്ട്, ആ അടിയിലല്ല, ആ ഒരു 17-19 കോലിലൊക്കെ എങ്ങാണ്ട് വെള്ളം കാണുന്നൊക്കെയാണ് പറയണത്. അങ്ങനെയൊക്കെ ആവട്ടെ അല്ലേ. കാരണം ഇവിടെ മൊത്തം നല്ലോണം ആഴം വരുന്നുണ്ട് കിണറിന്. 10, 23, 24 ലെവൽക്കൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കാം എന്താ ഏതാന്നൊക്കെ. പിന്നെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് എന്ന് പറയില്ലേ. ഇതിപ്പം നമ്മൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 6 മാസമൊക്കെ ആവാനായി തുടങ്ങിയിട്ടുണ്ടാകും. ഇതുവരെ നമ്മൾ കുടുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന്. കാരണം ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ഇപ്പുറത്തുണ്ട് കിണറായിട്ട്. എന്നാലും അങ്ങനെയല്ല, നമുക്ക് നമ്മളുടേതായിട്ട് ഒരെണ്ണം വേണമല്ലോ. അതങ്ങനെയാണല്ലോ. 500 ഈ 500 ഒറ്റയടിക്ക് ഇവിടെ 900 എത്തി. ഈ 800 ഒറ്റയടിക്ക് 2.2 ഈ ഓമന വന്നിട്ട്. അപ്പോൾ ഇതാണ് ഈ 12-13 മീറ്ററിലാണ് ഇവിടെ വാട്ടർ ലെവൽ. പിന്നെ അവിടെ നിന്നാണ് അടിക്ക് താഴ്ച കൊടുക്കുന്നത്. അവിടെ വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓരോ ഡാറ്റ എടുത്ത് നോക്കിയാണ്, ബോർവെല്ലിന് എടുത്ത് നോക്കി പറഞ്ഞാൽ കുറവാണ്. ഇതാണ്. പിന്നെ ഈ ടെറിൽ നിന്ന് സാറ്റലൈറ്റിൽ നിന്ന് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 80 ഉള്ള 80 മീറ്ററിൻ്റെ മുകളിൽ ചെറിയ വെള്ളമുള്ള സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓപ്പൺ വെല്ലിനാണ് ഇവിടെ. വാട്ടർ ലെവലിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അവർ തരുന്നുണ്ട്. ഇതിപ്പം ഇവിടെയാണ് അങ്ങനെ വെള്ളമുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. അവിടെ സൈഡിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരിടം കൂടുതലാവുമല്ലോ. അപ്പോൾ ഇവിടെയാണ് കറക്റ്റ് ഒരു പ്ലേസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു അടയാളം പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് അവരൊക്കെ പോയി. പിന്നെയും കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാകും അതേ സംബന്ധിച്ച്. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ കിച്ചണിലോട്ട് കയറുന്നത്. ഉച്ചയ്ക്ക് ശേഷമല്ല, ഏകദേശം ഒരു വൈകുന്നേരം തന്നെ ആയി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം അത് മതി. നമ്മളിപ്പോൾ ഇന്ന് പൂരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും നോമ്പറക്കുമ്പോഴേക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല. സോ അതിൻ്റെയൊക്കെ ഓരോ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പൂരിയാണ് ഉണ്ടാക്കണമെന്നുള്ളത്. പൂരി എന്നാണോ ഭൂരി എന്നാണോ പറയുക, നിങ്ങൾ പറയട്ടോ. എന്താണ് ഇവിടെ നിങ്ങൾ പറയല് എന്നുള്ളത്. നമ്മൾ പൂരി എന്നാണ് പറയല്. എനിവേ മൈദയും അതേപോലെ തന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. 24ാമത്തെ നോമ്പിൻ്റെ അന്നത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അതായത് ഇന്നലത്തെ നോമ്പറ വിശേഷങ്ങൾ. നമ്മളിതിപ്പോൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ എന്തൊക്കെയോ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ തോന്നാം. അതായത് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ഇതിമ്മ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന കൂടും. അല്ലെങ്കിലേ ഞാനൊരു തലവേദനക്കാരിയാണ്. ആയിക്കൂടെ ഇങ്ങനെ ഈ ഏത് നേരം ഫോണും കൂടെ യൂസ് ആക്കുമ്പോൾ ഇപ്പോൾ ഓവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിലിടയിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഈയിടെയായിട്ട് ബ്രേക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല തന്നെയാണെന്ന് എനിക്കും തോന്നുന്നത്. നമ്മുടെ മൈൻഡും ശരീരവും ഒക്കെ നമുക്കൊന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിലാക്സ് ചെയ്യണത്. അതായത് നമ്മുടെ ബോഡിക്ക് മൊത്തത്തിലൊരു റെസ്റ്റ് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. റെസ്റ്റും സമാധാനവും സന്തോഷവും ഇതെല്ലാം നമുക്ക് നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വേറൊരാളും നമ്മുടെ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കില്ല. നമുക്ക് വേണ്ടപ്പെട്ടവരല്ലാത്തവർ കേട്ടോ. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. ഇനി വേദാ പൂരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരത്തലല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ പ്രസ്സിലിട്ടിട്ട് അമർത്തൂലേ, അതാണ് ചെയ്യണത്. പരത്തി കൊടുക്കണില്ല ഞാൻ. എനിവേ നമ്മൾ ആയതൊക്കെ ഓരോന്നായിട്ട് ഇതാ പൊരിച്ചെടുക്കണുണ്ട്. ഇതിപ്പം ഒരു ഭാഗത്ത് പ്രസ് ചെയ്യലും നടക്കണുണ്ട്, അത് അമർത്തലും നടക്കണുണ്ട്. വേറൊരു ഭാഗത്ത് ഇവിടെ പൊരിക്കലും നടക്കണുണ്ട്. രണ്ടും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് കഴിയല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ പൂരിയിലോട്ട് പെയർ ചെയ്യണത് ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ചിക്കൻ കറിയൊക്കെ അത് അവിടെ സെറ്റായിട്ടുണ്ട്. അതായത് കറി സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയൊക്കെ വറുത്തരക്കാനും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ജ്യൂസിന് നമുക്കിന്ന് ചിക്കു ആണ് കേട്ടോ. അതായത് നമ്മുടെ സപ്പോട്ട. അപ്പോൾ സപ്പോട്ടയൊക്കെ അത് അപ്പച്ചി അവിടെ സെറ്റാക്കി തരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വേറെ തിരിച്ച് തരണമല്ലോ. അപ്പോൾ സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ നല്ല സുഖമാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യൽ. എല്ലാവരും ഇനിയും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എനിവേ നമ്മളിതാ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആക്കി വെച്ച്
ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ ഏറെക്കുറെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനില്ല എന്നുള്ളത്. 3 മണിയാകുമ്പോഴേക്ക് തന്നെ നിഷു സ്കൂളിട്ട് വരും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഐബുട്ടിനെയും പിടിച്ചിങ്ങനെ അവിടെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്ന് ജ്യൂസിനുള്ള സപ്പോർട്ട് റെഡിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ചെയ്ത് അവിടെ വത്തക്ക കട്ട് ചെയ്ത് തരുവാണ്. തൊട്ട ബാക്കിൽ തന്നെ ഐബുട്ടൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് വത്തക്കക്ക്. ഒരു കഷ്ണം എടുത്ത് തന്നെ ഒന്ന് കൊടുക്കാൻ അതിനാണ് ഇവിടെ അളകണത്. ഓയ് ഓയ് എന്താ പ്രശ്നം? സന്തോഷായോ? സമാധാനായോ? ആയിട്ടാ ഐബുട്ടന് കുറേ കഴിക്കൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. അതായത് എന്ത് കണ്ടാലും ആൾക്ക് വേണം, കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം. എനിവേ നമ്മളിതാ ജ്യൂസ് അടിക്കുവാണ്. സപ്പോട്ടയിലോട്ട് ആവശ്യത്തിനുള്ള പാൽപ്പൊടിയാണ് കേട്ടോ. പാലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാൽപ്പൊടി വെച്ചാണ് ഈ റമളാൻ സെറ്റ് ചെയ്യുന്നത്. പാൽപ്പൊടി ഉണ്ട് നമ്മളെ കയ്യിൽ അത്യാവശ്യം. സോ അത് വെച്ചിട്ട് അങ്ങോട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്. എനിവേ ജ്യൂസൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. ദെൻ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിക്കുള്ള തേങ്ങയും കൂടെ ചിരവിയെടുത്താൽ ഏറെക്കുറെ നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ തീരാനായി. ഇനി ഇത് നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കണം. ചിക്കനാണെങ്കിൽ ഇന്നെന്തോ ഞാൻ കറി വെച്ചത് അത്ര വലിയ ടേസ്റ്റ് ആയില്ല ഗൈസ്. മറ്റേത് നല്ലോണം ടേസ്റ്റ് ആക്കിയിട്ട് തന്നെ, അതായത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കലുണ്ട് ഒട്ടുമിക്ക ഫുഡും. പക്ഷേ ഇന്ന് എനിക്ക് ഇപ്പച്ചിക്കും എൻ്റെ ഹസ്ബൻഡിനൊന്നും കുഴപ്പമില്ലേനു കേട്ടോ, ഓൽക്കൊക്കെ ഓക്കെയാണ്. എനിക്കാണെങ്കിൽ ഒരു ലോഡ് മുളക് പൊടി വേണം കറിയിൽ, നല്ല എരിവ്. അതായത് ഇത് കഴിച്ചു എന്നുള്ള ഫീല് കിട്ടണമെങ്കിൽ നാവിന്നൊക്കെ ഇങ്ങനെ നാവ് നല്ലോണം എരിയണം, കണ്ണിന്നൊക്കെ വെള്ളം വരണം, എന്നാലേ കഴിച്ചു എന്നുള്ള ഫീലിംഗ് കിട്ടുള്ളൂ കേട്ടോ. ഇന്നെന്തോ എനിക്ക് ഇത് കഴിച്ചതിന് ശേഷം ആ ഒരു ആത്മസംതൃപ്തി വന്നില്ല. ഉള്ളിയൊന്നും വഴറ്റിയിട്ടല്ലേനു കറി വെച്ചത്. ജസ്റ്റ് ആദ്യം തന്നെ കറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പിന്നീട് നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ദെൻ ആവശ്യത്തിനുള്ള മല്ലിയിലയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്താൽ കറിയുടെ പരിപാടി ഇവിടെ സെറ്റായിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് എരിവില്ല. എരിവ് എന്ന് പറഞ്ഞ സാധനം ഒട്ടുമില്ല. പിന്നെ ആ തൽക്കാല നേരം വെച്ചിട്ട് നമുക്ക് ഇടാനും പറ്റൂലല്ലോ. ഇട്ടാലും തന്നെ അത് വേറെ കിടക്കും. നമ്മൾ ആദ്യം തന്നെ ഇട്ടുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും അതിന് കിട്ടൂല. ഇന്നിപ്പം ഇനി അങ്ങനെയൊക്കെ പോട്ടെ, എന്നും ഒരുപോലെ തന്നെ ആവൂലല്ലോ. ദെൻ നമ്മൾ കുറച്ച് മുളക് ബജിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നാളെ നമ്മൾ ബജി മുളക് കൊടുന്ന് വെച്ചതേനു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു 4-5 എണ്ണം ഇവിടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇന്നിപ്പം അതിനങ്ങോട്ട് തീരുമാനമാക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യോടെ എടുത്തിട്ട് അതിൻ്റെ നെടുക്കെ കയറി കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മാവൊക്കെ സെറ്റാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് വറുത്ത് കോരി എടുക്കന്നെ. അപ്പോൾ മുളക് ബജിക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഏകദേശം ആ ഒരു ടൈം ആയപ്പോൾ തന്നെയാണ് നമ്മൾ കിച്ചണിലോട്ട് ഇറങ്ങിയത് എന്നുള്ളത്. എനിവേ നോമ്പറക്കുമ്പോഴേക്ക് കഴിക്കാനുള്ള എല്ലാ ഫുഡും ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നിപ്പം കുറച്ച് ചക്കയുണ്ട് കേട്ടോ. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.